ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ഒരു ജപ്പാൻ യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളോടും കൂടി പങ്കുവയ്ക്കുകയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഏജൻസിയായ വീണ വേൾഡ് വഴിയാണ് ഞങ്ങൾ പോയത്. നല്ല ഉഗ്രൻ സർവീസ്. ഞങ്ങൾ രാവിലെ 9 മണിയോടെ ടോക്കിയോയിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ നേരെ പോയത് ഷിൻജൂക്ക ഗാർഡനിലേക്കാണ്. അവിടെ മുഴുവനും ചെറി ട്രീസ് ആണ്. പക്ഷേ കുറച്ച് വൃക്ഷങ്ങൾ മാത്രമേ പൂവണിഞ്ഞിരുന്നുള്ളൂ. എങ്കിലും എൻ്റെ പൊന്നെ, ആ ചെറി ബ്ലോസം കണ്ട് കണ്ണും മനസ്സും എല്ലാം കുളിർത്തു. ചെറി ബ്ലോസമിനെ പറ്റി ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നതിനാൽ ഞാൻ അതിൻ്റെ കാര്യമൊന്നും കൂടുതൽ ഇവിടെ പറയുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ ഒരുപാട് കാര്യം പറയാനുണ്ട്. ജപ്പാനിൽ പോവുകയാണെങ്കിൽ ചെറി ബ്ലോസം ടൈമിൽ വേണം പോകാൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞങ്ങൾ പോയത് ഷിബൂയ ക്രോസിങ്ങിലാണ്. ഇതൊരു ഒന്നൊന്നര പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 4 ദിശയിൽ നിന്നുമുള്ള വാഹനങ്ങളെല്ലാം നിർത്തും. ആ സമയത്ത് ആളുകൾക്ക് ക്രോസ് ചെയ്യാം. ഇത് ജപ്പാനിലെ ടോക്കിയോയിലെ ഷിബൂയ എന്ന സ്ഥലത്താണ്. ഷിബുയ സ്റ്റേഷൻ്റെ ഹാൻഷിക്കോയുടെ ഫ്രണ്ടിലാണ് ഈ ക്രോസിംഗ്. 4 വശത്തും ടോൾ ബിൽഡിങ്സും വീഡിയോ സ്ക്രീനുകളും ഒക്കെയായി ഒരു ഉഗ്രൻ ക്രോസിംഗ്. എൻ്റെ പൊന്നെ, ഇവിടുത്തെ തിരക്ക് കണ്ടോ, ഒരു രക്ഷയില്ല. ഇത് ലോകത്തിലേക്ക് ഏറ്റവും തിരക്കേറിയ പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ്. എവറി 2 മിനിറ്റ്സിൽ 3000 ആളുകളോളമാണ് ഇവിടെ ക്രോസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ട്രാഫിക് ജാമും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. ഈ ഷിബുയ ക്രോസിംഗ് ഒരുപാട് മൂവീസിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്രോസിങ്ങിന് തൊട്ടടുത്താണ് ഹാച്ചിക്കോ എന്ന അക്കീറ്റ നായുടെ സ്റ്റാച്യു. ഹാച്ചിക്കോയുടെ കഥ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഒരു പ്രൊഫസറിൻ്റെ നായായിരുന്നു ഹാച്ചിക്കോ. ഈ നായ എന്നും രാവിലെ ഈ പ്രൊഫസറിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിടും. എന്നിട്ട് വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ പ്രൊഫസർ ഒരു ദിവസം മരിച്ചുപോയി. പക്ഷേ ഈ നായ്ക്കത് മനസ്സിലായില്ല. നായ എന്തെടുത്തു, തൻ്റെ യജമാനനെയും കാത്ത് ആ റെയിൽവേ സ്റ്റേഷന് മുന്നേ അവിടെ അങ്ങ് നിന്നു, എങ്ങോട്ടും പോകാതെ. അങ്ങനെ ആ നിപ്പിൽ തന്നെ അങ്ങ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. ആ നായയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഹാച്ചിക്കോയുടെ പിത്തളയിലുള്ള ഈ സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വാവ്, നായ്കൾക്ക് അത്രയ്ക്ക് സ്നേഹവും വിശ്വസ്തതയും ഉണ്ട്. അതുകൊണ്ട് ജപ്പാനിലുള്ളവർക്കെല്ലാം നായ്കളോട് ഭയങ്കര ഒരു പ്രത്യേക സ്നേഹമാണ്. പിന്നെ ഞങ്ങൾ പോയത് ഒഡായിബ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാനാണ്. ചെറിയൊരു സ്റ്റാച്യു ഓഫ് ലിബർട്ടി ന്യൂയോർക്കിലേതുപോലെ തന്നെയുണ്ട്, പക്ഷേ ചെറുതാണ്. അവിടെ നിന്ന് നോക്കിയാൽ റെയിൻബോ ബ്രിഡ്ജും കാണാം. രാത്രിയിൽ ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ കൊണ്ട് ഈ ബ്രിഡ്ജ് ഒരു റെയിൻബോ പോലെ തോന്നിക്കുമെന്നൊക്കെ പറഞ്ഞു. ഈ പാർക്കിൽ കൂടെ നടക്കാനും സൺസെറ്റ് കാണാനും ഒക്കെ ഒത്തിരി രസമായിരുന്നു. പിന്നെ ലേക്ക് ആഷിൽ കൂടെ ഒരു 20 മിനിറ്റ്സ് ക്രൂസ് നടത്തി. ആ ലേക്കിൽ കൂടെ പോകുമ്പോൾ 2 സൈഡിലും കാടുകളും മലകളും ഒക്കെ ആയിട്ടുള്ള പ്രകൃതി ഭംഗി അപാരമായിരുന്നു. ഒരു പൈററ്റ് ഷിപ്പിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഹാക്കോണിയിൽ എത്തിയിട്ട് അവിടുത്തെ റോപ്പ് വേ എടുത്ത് ഒവാക്കുഡാനി ബോയിലിംഗ് വാലിയിലെത്തി. ഇത് ഹാക്കോണി മലയുടെ അടിവാരമാണ്. ദേഹം നോക്കിക്കേ, നീരാവി പൊങ്ങുന്നത് കണ്ടോ? സൾഫർ അങ്ങനെ തിളച്ച് മറിഞ്ഞ് നീരാവിയായി പൊങ്ങുകയാണ്. നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ മൗണ്ട് ഫ്യൂജി കാണാം. മൗണ്ട് ഫ്യൂജി ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയതും സീക്രട്ട് ആയതുമായ ഒരു അഗ്നിപർവ്വതമാണ്. ഇത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വൾക്കൈനോ ആണ്. ഇതിന് ഒരു കോണിക്കൽ അല്ലെങ്കിൽ പിരമിഡ് ഷേപ്പാണുള്ളത്. 1707 ഈ വൾക്കൈനോ പൊട്ടിത്തെറിച്ചത്. ഇന്നും ഇത് ആക്റ്റീവായിട്ടുള്ള ഒരു വൾക്കൈനോ ആണെന്നാണ് ജിയോളജിസ്റ്റ് ഒക്കെ പറയുന്നത്. ആളുകൾ ഈ മൗണ്ടനിൽ ഹൈക്കൊക്കെ ചെയ്യാറുണ്ടെന്നും പറയപ്പെടുന്നു. ധൈര്യം തന്നെ വേണം ഇല്ലേ. ഇന്ന് ആകാശം മൂടിക്കിടന്നതിനാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മൗണ്ട് ഫ്യൂജി കാണാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ ഒവാക്കുഡാനി വാലിയെ വാലി ഓഫ് ഹെൽ എന്നാണ് പറയപ്പെടുന്നത്. ശരി തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ സൾഫർ തിളച്ച് മറിഞ്ഞ് നീരാവി ചാടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ശരിക്കും ഹെൽ തന്നെയല്ലേ. പിന്നെ ഇവിടുത്തെ ഈ കറുത്ത മുട്ട ഫേമസ് ആണ് കേട്ടോ. ഇവിടുത്തെ സൾഫർ നിറഞ്ഞ വെള്ളത്തിൽ പുഴുങ്ങി കഴിയുമ്പോഴാണ് മുട്ടയ്ക്ക് കറുത്ത നിറം വരുന്നത്. പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ മുട്ട കഴിച്ചാൽ 7 വർഷം കൂടി ആയുസ് നീട്ടിക്കിട്ടുമത്രേ. എന്താ, ഒന്ന് കഴിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ ടോക്കിയോ സ്കൈ ട്രീയിലെ ഒബ്സർവേഷൻ ഡെക്കിലും ഞങ്ങൾ കയറി. അതിന് മുകളിൽ നിന്ന് നോക്കിയാൽ ടോക്കിയോ മുഴുവനും കാണാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അമേരിക്കയിലെ സ്ട്രാറ്റോസ്ഫിയറിൽ കയറി നിന്ന പോലെ ഒരു ഫീല് തോന്നി. അവിടെ നിന്ന് ഞങ്ങൾ പോയത് അസാകുസായിലെ സെൻസോജി ടെമ്പിളിലാണ്. ജപ്പാൻ്റെ ഓൾഡസ്റ്റ് ടെമ്പിളാണിത്. ഈ ടെമ്പിളിലേക്ക് വരാനുള്ള വലിയ ഗേറ്റും 5 നിലയിലുള്ള പഗോഡയും വലിയ ഹാളും ഒക്കെ നമ്മളെ ശരിക്കും അതിശയിപ്പിക്കും. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. 645 ആണ്ടിലാണ് ഈ ടെമ്പിൾ ഉണ്ടാക്കിയത്. ഇത്രയും എൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നി. ഇതിൻ്റെ കൊത്തുപണിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇവിടെ ധാരാളം പേര് വന്ന് പ്രാർത്ഥിക്കുന്നതും കണ്ടു.
അത് കഴിഞ്ഞ് ടോക്കിയോയിൽ നിന്ന് ഞങ്ങൾ ബുള്ളറ്റ് ട്രെയിനിൽ ഹിരോഷിമയ്ക്ക് പോയി. ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ഒരു ഒന്നൊന്നര യാത്രയായിരുന്നു. ഈ ബുള്ളറ്റ് ട്രെയിനിനെ ഷിൻകാൻസൻ എന്നാണ് അറിയപ്പെടുന്നത്. 4 മണിക്കൂർ കൊണ്ട് ടോക്കിയോയിൽ നിന്നും ഹിരോഷിമയിലെത്തി. ഇടയ്ക്ക് 5-6 സ്റ്റോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും 804 കിലോമീറ്റർ 4 മണിക്കൂറിലെത്തിയെന്ന് പറയുമ്പോൾ നല്ല സ്പീഡ് തന്നെയായിരുന്നു. ഇതിനകത്ത് ഇരിക്കുമ്പോൾ അത്ര സ്പീഡൊന്നും തോന്നിയില്ല, കാരണം അത്രയ്ക്ക് സ്മൂത്തായിട്ടുള്ള യാത്രയായിരുന്നു. എൻ്റെ പൊന്നേ, ടണൽസോട് ടണൽസ് തന്നെയായിരുന്നു. ഒന്നും നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേന് വീണ്ടും ഒരു ടണലിൽ കയറി. ഈ മലകളൊക്കെ തുരന്ന് റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കിയ ജപ്പാൻകാരെ സമ്മതിക്കണം. അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ മൗണ്ട് ഫ്യൂജി വളരെ സുന്ദരമായി കണ്ടു. ഇത്രയും സ്പീഡിൽ പോകുന്ന ട്രെയിനിൽ നിന്നും എടുത്ത പിക്ചറാണിത്, മൗണ്ട് ഫ്യൂജി. അത് കണ്ടപ്പോഴെന്താ ഒരു സന്തോഷം. മൗണ്ട് ഫ്യൂജിയുടെ ടോപ്പ് ആ കോണിക്കൽ ഷേപ്പിലുള്ള മുഴുവനും സ്നോ കൊണ്ട് മൂടിക്കിടക്കുകയാണ്. അതാണ് ആ വൈറ്റിഷ് ആയിട്ട് കാണുന്നത്. ഇതൊരു ആക്റ്റീവ് വൾക്കേനോ ആണെന്നാണ് ജിയോളജിസ്റ്റ് പറയുന്നത്. അതുകൊണ്ട് ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. ഹിരോഷിമ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമല്ലേ? സെക്കൻഡ് വേൾഡ് വാറിൽ അമേരിക്ക ന്യൂക്ലിയർ ബോംബ് ഇട്ട സ്ഥലമാണ് ഇവിടം. അന്നത്തെ ബോംബിങ്ങിനെ പറ്റിയുള്ള ഒരു ഡോക്യുമെൻ്ററിയും കണ്ടു. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. 140,000 ആളുകളാണ് ആ ബോംബാർഡിങ്ങിൽ മരിച്ചത്. ഈ കാണുന്നതാണ് ബോംബ് ഡോം. 1945 ഓഗസ്റ്റ് 6-ന് ബോംബ് വീണ് തകർന്ന ബിൽഡിംഗാണിത്. ജപ്പാൻകാർ ആ ബിൽഡിങ്ങിനെ ഇന്നും അതുപോലെ നിലനിർത്തിയിരിക്കുകയാണ്. ഒരു ന്യൂക്ലിയർ വെപ്പണിൻ്റെ ഏറ്റവും ഭയാനകരമായ പ്രവൃത്തികളുടെ സിമ്പലായിട്ടും അതുപോലെ തന്നെ ഇതുപോലെ ഒരവസ്ഥ ഇനിയും വരാതിരിക്കാനും സമാധാനത്തിൻ്റെ സിമ്പലുമായിട്ടാണ് ഈ ബോംബ് ഡോം അങ്ങനെ തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കിക്കുക, ഈ പീസ് പാർക്കിലെ ഒരു മോണുമെൻ്റ് കണ്ടോ? ഇത് 1952 നിർമ്മിച്ചതാണ്. ഈ മെമ്മോറിയൽ ഒരു റൂഫ് പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്ന് ബോംബിങ്ങിൽ മരിച്ച എല്ലാവരുടെയും ഓർമ്മയ്ക്കായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലെറ്റ് ഓൾ ദ സോൾസ് ഹിയർ റെസ്റ്റ് ഇൻ പീസ് ഫോർ വി ഷാൽ നോട്ട് റിപ്പീറ്റ് ദ ഈവിൾ എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഈ റൂഫിൽ കൂടെ നോക്കിയാൽ ബോംബ് ഡോമും കാണാവുന്നതാണ്. ഇവർ ഈ പാർക്കിനെ അതീവ സുന്ദരമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പാർക്ക് വഴി നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം അറിയാതെ വിങ്ങിപ്പോകും. അതുപോലെ തന്നെ ഇവിടെ 1954 തെളിച്ചു വെച്ചിരിക്കുന്ന ഫയറാണ് ഇവിടെ. ഒരിക്കലും അണയാതെ അങ്ങ് വെച്ചിരിക്കുന്നു. എല്ലാം പീസ് വേണം എന്നുള്ള ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ചിൽഡ്രൻസ് പീസ് മോണുമെൻറ്റിന് സദാക്കോ സസാക്കി സ്റ്റാച്യൂവും കണ്ടു. ഒട്ടും സഹിച്ചില്ല. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഈ ഹിരോഷിമ വന്നൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. കാരണം അത് കാണുമ്പോൾ നമ്മളെല്ലാവരും പീസിന് വേണ്ടി ആഗ്രഹിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനിയും ഒരു ലോക മഹായുദ്ധം ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കും, അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഷിൻഡോ ഷ്രൈനിലാണ്. ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ടോറിയാണ് പ്രത്യേകത. ടോറി എന്ന് പറഞ്ഞാൽ ഗേറ്റ് എന്നാണ് അർത്ഥം. ഈ ഷ്രൈൻ ഇത്സുകുഷിമ എന്ന ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഒരു ഫെറിയിലാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് കുറേ നടക്കാനുമുണ്ട്. ഇതുവഴി പോകുമ്പോൾ മാനുകളൊക്കെ വഴിയരിയിൽ നിൽപ്പുണ്ടായിരുന്നു. ഈ ഷ്രൈനകത്തുകൂടെ കുറേ നടക്കാനുണ്ടായിരുന്നു. പക്ഷേ ഓറഞ്ച് കളറുള്ള തൂണുകൾക്കും സീലിങ്സിനും ഇടയിലൂടെ നടക്കാൻ നല്ല രസമായിരുന്നു. കൂടാതെ ഈ ലേക്കിൻ്റെ തീരവും ചുറ്റുപാടുമൊക്കെ പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം എൻ്റെ വീഡിയോ നീണ്ടുപോകും, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. കൂടാതെ അരാഷിയാമ ബാംബു ഗ്രൂവിലും പോയി. ബാംബുകൾ നിരനിരയായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ഒരു സെൻ ടെമ്പിളിലാണ്, എ സ്പെക്ടാക്കുലർ ഗോൾഡൻ ടെമ്പിൾ. ഇത് റിയൽ ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഒരു ലേക്കിൻ്റെ തീരത്ത് നിൽക്കുന്ന ഈ ടെമ്പിൾ കാണാൻ അതീവ ഭംഗിയാണ്. നോക്കിക്കേ, ആ ലേക്കിലെ ടെമ്പിളിൻ്റെ റിഫ്ലക്ഷൻ. വാവ്, ഐ എം സോ ഹാപ്പി ടേക്കിംഗ് ദാറ്റ് പിക്ചർ. പിന്നെ ഫുഷീമി ഇനാറി ഷ്രൈൻ ആണ് വിസിറ്റ് ചെയ്തത്. ഇത് ജപ്പാൻകാരുടെ ഒരു ഫേമസ് ഷിൻഡോ ഷ്രൈൻ ആണ്. ഷിൻഡോ ഗോഡ് ഓഫ് റൈസ് ഇനാരിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഷ്രൈൻ. ജപ്പാൻകാരുടെ മെയിൻ ഭക്ഷണം റൈസാണ്. അപ്പോൾ ഇനാരി അവരുടെ ഗോഡ് ഓഫ് റൈസ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1000-ൽ കൂടുതൽ ടോറി ഗേറ്റ്സ് കടന്നു വേണം ഷ്രൈനിലെത്താൻ. ഇവിടെ അത് നല്ലൊരു രസമാണ്. നമ്മളിങ്ങനെ ടണലിനകത്തുകൂടെ പോകുന്നത് പോലെ തോന്നും. അതോ നല്ല കളർഫുൾ ആയിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഒരു മെയ്സിലകപ്പെട്ട പോലെ തോന്നും. ഇവിടെ ഫോക്സസിൻ്റെ സ്റ്റാച്യൂസും കാണാം. കാരണം ഇനാറിയുടെ മെസ്സഞ്ചർ ഫോക്സസ് ആണെന്നാണ് ഇവരുടെ വിശ്വാസം. എനിവേ, ഈ കളർഫുൾ ടോറി ഗേറ്റ്സിൻ്റെ ഭംഗി വർണ്ണനാതീതമാണ്. പിന്നെ ഒസാക്കയിലെ നാര ഡിയർ പാർക്കിലാണ് പോയത്. എൻ്റെ പൊന്നെ, ഈ പാർക്കിലോട്ട് കയറുമ്പോൾ തന്നെ ധാരാളം മാനുകൾ മേയുന്നത് കാണാം. ഇവറ്റകൾക്കൊന്നും നമ്മളെ പേടിയില്ല, പക്ഷേ നമുക്കാണ് പേടി. കാരണം ചിലപ്പോൾ നമ്മളതിന് തീറ്റ ഇതും കൊടുത്തില്ലെങ്കിൽ അതിന് നമ്മളെ വന്ന് ഇടിക്കുമെന്ന് പറഞ്ഞു. അതിമനോഹരമായ ലേക്കും
പരിസരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഈ പാർക്കിനെ അതീവ സുന്ദരിയാക്കുന്നു. ഈ പാർക്കിൻ്റെ നടുവിലായി അതിഭീമാകാരമായ ടൊഡാജി ടെമ്പിളുണ്ട്. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഈ ടെമ്പിളിന് ഒരു ചൈനീസ് ലുക്കുണ്ട്. വളരെ പഴക്കമുള്ള ടെമ്പിളാണിത്. ഇതിന് മുമ്പിൽ നിൽക്കുന്ന ചെറി ട്രീയും ബ്ലോസമും കണ്ടോ? ശരിക്കും ഇവിടുന്ന് പോരാനേ തോന്നിയില്ല. പിന്നെ ഞങ്ങൾ ഡൊട്ടൻബോറിയിൽ ഷോപ്പിങ്ങിനും ബോട്ട് റൈഡിങ്ങിനും എത്തി. അതുപോലെ ജപ്പാൻ സിറ്റിയെ പറ്റിയും ഇവിടുത്തെ കൾച്ചറിനെ പറ്റിയും ഒന്നും പറഞ്ഞില്ല. വീഡിയോ നീണ്ടുപോയതിനാൽ നിർത്തുകയാണ്. എന്തോ പറയാനാണ്, വീഡിയോ നിർത്തുമ്പോഴാണ് ഒരു കാര്യം പറയാൻ മറന്നുപോയത്. എൻ്റെ പൊന്നെ, ഞങ്ങൾ ടോക്കിയോയിലെ ടീംല പ്ലാനറ്റിൽ പോയി. ശരിക്കും ഒരു മായാലോകം. വാൾസ് എല്ലാം മിറേഴ്സാണ്. അപ്പോൾ ഈ റൂമിൽ കയറിയാൽ നമ്മൾ ശരിക്കും ഏതോ മായാലോകത്തിൽ കൂടി പോകുന്നത് പോലെ തോന്നും. ചെറിയൊരു കോറിഡോറിൽ കൂടെയാണ് പോകുന്നതെന്ന് ഓർക്കണം. അതാണ് ഇത്രയും ഭീമാകാരമായിട്ട് കാണിക്കുന്നത്. വാവ്. പിന്നെ സമയം കിട്ടുമ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. എനിവേ, വളരെ നല്ലൊരു ജപ്പാൻ ട്രിപ്പായിരുന്നു. ഞാൻ ആ മധുര സ്മരണകളെ എല്ലാം അയവിറക്കിക്കൊണ്ട് ഇനിയും എവിടേക്ക് പോകണമെന്ന ചിന്തയിലാണ്. ജപ്പാൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ?